എല്ലാവർക്കും SP അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്കയും പരിപ്പ് വെച്ചിട്ടൊരു കറിയാണ്. അതിന് വേണ്ടത് അര ബൗള് പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് അര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്ന വരെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് 3/4 ഭാഗം വേവായിട്ടുണ്ട്. അതിലേക്ക് അര വെള്ളരിക്ക ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്, 10 പച്ചമുളക്, 2 തക്കാളി, ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊരു വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു വിസിൽ കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഒക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്കും പരിപ്പൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ അതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ വേവിക്കുന്നത് നമുക്ക് ഗ്യാസ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് അരക്കുമ്പോൾ 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂണ് നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളരിക്കക്കറി തിളക്കണ്ട, അതുപോലെ നല്ലപോലെ ചൂടായി വന്നാൽ മതി. കുമളകളൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് തീ ഓഫ് ചെയ്ത് ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.